കുട്ടിക്കാലത്ത് നമ്മൾ കളിവീടുണ്ടാക്കി തുടങ്ങുന്ന കാലം മുതൽക്ക് തന്നെ നമ്മുടെ മനസ്സിൽ നമ്മളറിയാതെ തന്നെ ഉണ്ടാകുന്ന ഒരു സ്വപ്നമാണ് സ്വന്തമായൊരു വീട് വേണം എന്നത്. പിന്നീട് നമ്മൾ വളരും തോറും ആ സ്വപ്നത്തിലേക്കുള്ള ഒരു യാത്ര എന്ന പോലെ വീടിനെക്കുറിച്ച് നമുക്ക് പല കാര്യങ്ങളും അറിയാനും കേൾക്കാനും ആഗ്രഹങ്ങൾ കൂടുതലാണ്. ഇത്തരത്തിൽ ഒരു വീട് നിർമ്മിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്ന മൈ ഹോമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിന്ന് മൈ ഹോമിലൂടെ കാണാൻ പോകുന്നത് നേര്യമംഗലത്തുള്ള ഷിജു ഓർമ്മണത്തിൻ്റെയും ഷിംനയുടെയും വീടാണ്. ഈ വീടിൻ്റെ ഡിസൈനിങ് ആസ്പെക്ട്സിനെ കുറിച്ച് പറഞ്ഞു തരുന്നതിന് വേണ്ടി ഈ സ്പെക്ട്രം ഇൻറ്റീരിയേഴ്സിൻ്റെ മാനേജിംഗ് പാർട്ട്ണർ കം ചീഫ് ഡിസൈനറായ ലിൻസൺ നമ്മോടൊപ്പം ഉണ്ട്. ലിൻസൺ, മൈ ഹോമിലേക്ക് സ്വാഗതം. നമസ്കാരം. നമ്മൾ മിക്ക വീടുകളിലും കാണാറുള്ളതെന്ന് പറഞ്ഞാൽ എലിവേഷനിൽ കൊടുക്കുന്ന ഒരു കണ്ടംപററി സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ സ്റ്റൈലാണെങ്കിലും ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴും ആ ഒരു സ്റ്റൈലിൻ്റെ കണ്ടിന്യൂഷനാണ് കാണാറുള്ളത്. എന്നാൽ ഈ വീട്ടിൽ ഞങ്ങൾ കണ്ടൊരു പ്രത്യേകത എന്ന് പറയുന്നത് പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ട്രഡീഷണൽ സ്റ്റൈലുള്ളൊരു വീടാണ്. പക്ഷേ നമ്മൾ ഉള്ളിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഒരു കണ്ടംപററി സ്റ്റൈലാണ് വീണ്ടും ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിയത്? അതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് ക്ലൈൻറ്റ് ആക്ച്വലി വീട് പണിയുമായി സംബന്ധിച്ചിട്ട് അത്യാവശ്യം അദ്ദേഹം ഒരു പഠനം നടത്തി. അതിനോടനുബന്ധിച്ചിട്ട് ട്രഡീഷണൽ സ്റ്റൈൽ എന്ന് പറയുന്നത് വെച്ചാൽ പലപ്പോഴും മെയിൻ്റനൻസ് ഫ്രീ ആണ്. ഈ പറയുന്ന പോലെ നമുക്കൊരു മഴക്കാലത്തും ഇവിടെ ഈ നേര്യമംഗലം പോലെയുള്ളൊരു സ്ഥലത്ത് പൊതുവേ മഴ കേരളത്തിൽ കൂടുതലുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഒരു കണ്ടംപററി സ്റ്റൈൽ, അദ്ദേഹത്തിന് ശരിക്കും കണ്ടംപററി സ്റ്റൈലാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഒരു കണ്ടംപററി സ്റ്റൈൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് മെയിൻ്റനൻസ് കോസ്റ്റ് പലപ്പോഴും മെയിൻ്റനൻസ് എന്ന് പറയുന്നത് പലപ്പോഴും ബുദ്ധിമുട്ടാവും എന്നുള്ള തിരിച്ചറിവാണ് അദ്ദേഹത്തിന് ഒരു ട്രഡീഷണൽ സ്റ്റൈലിലേക്ക് ചിന്തിപ്പിക്കാനും അതിനെ തുടർന്ന് ഇങ്ങനൊരു വീട് ട്രഡീഷണൽ സ്റ്റൈൽ എലിവേഷൻ നമ്മൾ രൂപകൽപ്പന ചെയ്യാനും ഇടയായത്. ആക്ച്വലി നമ്മൾ ക്ലൈൻറ്റ് നമ്മളെ സമീപിക്കുമ്പോൾ ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ വർക്ക് ചെയ്ത സ്റ്റേജായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്ലാൻ വരച്ചിരിക്കുന്നത് ആക്ച്വലി ക്ലൈൻറ്റിൻ്റെ ഒരു റിലേറ്റീവായ വൺ മിസ്റ്റർ ഷിജു സാറാണ്. അദ്ദേഹം PWD അസിസ്റ്റൻറ്റ് എഞ്ചിനീയറാണ്. എലിവേഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വൺ മിസ്റ്റർ സൈനു ആണ്. ഓക്കെ, ദെൻ നമ്മളെ ക്ലൈൻറ്റ് സമീപിക്കുന്ന സമയത്ത് അതിനുശേഷം ഈ പറയുന്ന പോലെ നമ്മളെ എലിവേഷൻസിൽ വളരെ ചെറിയൊരു ചേഞ്ചസ് മാത്രം വരുത്തി രണ്ടാമതൊന്നുകൂടി വരയ്ക്കുകയും അതിനുശേഷം ഒരു 10 പ്രൊജക്റ്റ് പോലെ നമ്മളത് പൂർത്തീകരിക്കുകയാണ് ഉണ്ടായത്. പില്ലേഴ്സിനൊക്കെ സ്റ്റോൺ ക്ലാഡിങ് കൊടുത്തുകൊണ്ട് തന്നെ അതിനൊരു നല്ലൊരു പ്രൊജക്ഷനും ഫീൽ ചെയ്യുന്നുണ്ട്. അതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മൾ കഴിയുന്നതും ഒരു കണ്ടംപററി സ്റ്റൈലിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കണ്ടംപററി സ്റ്റൈലിൽ നിന്ന് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ കുറച്ച് എലമെൻറ്റ്സ് നമ്മൾ ഇതിനകത്ത് ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരം ഒരു പുതുമ ഈ ട്രഡീഷണൽ സ്റ്റൈലിൽ തന്നെ അതിൻ്റെ അഡ്വാൻറ്റേജ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ എന്തൊക്കെ പുതുമ ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റുമോ അതെല്ലാം നമ്മളോട് സൂചിപ്പിക്കുകയും അതിനോടനുബന്ധിച്ചിട്ടാണ് നമുക്ക് ഒരു രീതിയിലേക്ക് ഇതിനെ ഒരു ഈ പറയുന്ന പോലെ പില്ലേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും പില്ലേഴ്സിലുള്ള സ്റ്റോൺ ക്ലാഡിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും അതിലുപരി ഒരു പാരപ്പറ്റിൻ്റെ സമീപമുള്ള സ്റ്റോൺ ക്ലാഡിങ് വിത്ത് മിറർ വർക്കിൻ്റെ കാര്യത്തിലൊക്കെ അങ്ങനെ ഒരു ശൈലിയിലേക്ക് വരുന്നതിൻ്റെ മെയിൻ റീസൺ അത് തന്നെയായിരുന്നു. ഈ പുറത്ത് കാണുന്ന ഒരു സ്റ്റൈലിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് ഇവിടുത്തെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ്റ്റീരിയർ കണ്ട് നമ്മൾ അകത്തേക്ക് കിടക്കുമ്പോൾ ശരിക്കും ടോട്ടലി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയർ, ഒരു പക്ക കണ്ടംപററി സ്റ്റൈലുള്ള ഇൻറ്റീരിയർ തന്നെയാണല്ലേ. നമ്മൾ ആക്ച്വലി ഡ്രോയിങ് റൂമിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ആദ്യത്തെ പ്ലാൻ ഇതല്ലായിരുന്നു. മീൻസ് ഇതിൻ്റെ ഫർണിഷിങ് അറേഞ്ച്മെൻറ്റ്സ് ഇങ്ങനെയല്ലായിരുന്നു. നേരെ ഓപ്പോസിറ്റ് ഏകദേശം ഈ ഒരു വാളിൽ നമ്മൾ ഇപ്പോൾ നിലവിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന വാളിലാണ് നമ്മളിതിൻ്റെ TV യൂണിറ്റ് പ്ലേസ് ചെയ്തിരുന്നത്. ദെൻ അപ്പോൾ സോഫാ സെറ്റി ബാക്കി വരുന്ന സ്പേസിൽ സോഫാ സെറ്റി വരുന്നു. പക്ഷേ അങ്ങനെ വരുമ്പോൾ നമുക്കിതിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി കുറയുന്നു എന്നുള്ളത്, ഇപ്പോൾ നിലവിലുള്ള സീറ്റിംഗ് കപ്പാസിറ്റിനേക്കാൾ എണ്ണം കുറയുന്നു എന്നുള്ളത് വന്നുകൊണ്ട് ക്ലൈൻറ്റ് നമ്മളോട് ആവശ്യപ്പെട്ടു അത് തിരിച്ച് മറ്റേതിൽ നിന്നും ഡിസൈൻ ചെയ്യാമോ.
അപ്പോൾ അങ്ങനെയാണ് നമ്മൾ തിരിച്ച് ഇപ്പോൾ നിലവിൽ ചെയ്തിരിക്കുന്ന പോലെ എൽ ഷേപ്പിൽ മാക്സിമം 8 സീറ്റ് സീറ്റിംഗ് കപ്പാസിറ്റി കിട്ടുന്ന രീതിയിലേക്ക് നമ്മൾ ഡിസൈൻ ചെയ്യും. അതിനെ അപ്പോൾ ഈ ഡ്രോയിങ് റൂം ആയതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്യും വേണം. അപ്പോൾ ഈ ശരിക്കും കുറച്ചുകൂടി നല്ലൊരു വർക്കുകളിലേക്ക് കാഴ്ചയ്ക്ക് വരികയും ചെയ്യണം. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ വാള് നേരത്തെ ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്ത ഈ വാള് അത് പിന്നീട് ഹൈലൈറ്റ് ചെയ്തെടുത്ത് അതൊരു ബാക്കിൽ നമ്മളൊരു ഗോൾഡ് ഫിനിഷ് വരുന്ന ഒരു വളരെ സൈലൻറ്റ് വാൾപേപ്പർ ഉപയോഗിച്ചുകൊണ്ടും അത് നേരെ സീലിങ്ങിൽ കയറ്റിക്കൊണ്ടും പിന്നെ ഈ വാളിൽ ഒരു ഓപ്പൺ ഡെക്കറേറ്റീവ് ഷെൽഫ് പ്ലേസ് ചെയ്തിട്ട് അതിനകത്ത് ഹിഡൻ ലൈറ്റ്സുകൾ കൊടുത്തുകൊണ്ട് സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തുകൊണ്ടൊക്കെ ചെറിയ നിഷസൊക്കെ പ്രൊവൈഡ് ചെയ്ത് നമ്മളിതിനെ ട്രീറ്റ് ചെയ്യാണ് ഉണ്ടായത്. പിന്നെ ഒന്ന് എടുത്ത് പറയാൻ എന്തൊക്കെ കാര്യം എന്ന് വെച്ചാൽ ഈ പാർട്ടീഷൻ്റെ കാര്യം, ഈ ലിവിങ് ആൻഡ് ഡൈനിങ് പാർട്ടീഷൻ എന്നുള്ളത്. ലിവിങ് ഡൈനിങ് പാർട്ടീഷൻ എന്ന് പറയുമ്പോൾ നോർമലി നമ്മൾ ആദ്യം വരച്ചതിന് വേണ്ടി ഒരു 3D വരച്ചിരുന്നു. അപ്പോൾ നോർമലി നമ്മളൊരു ലേസർ കട്ടിങ് ഡിസൈൻ നോർമലി കൂടുതൽ ചെയ്തു വരുന്ന ലോ കോസ്റ്റിൽ വരുന്ന ഒരു ലേസർ കട്ടിങ് ഡിസൈനാണ് ഇതിനു വേണ്ടി അന്നേരം നമ്മൾ വരച്ചിരുന്നത്. അപ്പോൾ ക്ലയൻറ്റ് പറഞ്ഞു കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് മറ്റെന്തെങ്കിലും രീതിയിലേക്ക് ഒന്ന് ഡിസൈൻ ചെയ്യാമോ. അപ്പോൾ അങ്ങനെയാണ് നമ്മളൊരു പുതിയ രീതിയിലേക്ക് പക്ഷേ നമ്മൾ ഈ പാർട്ടീഷനിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നോർമലി കണ്ടുവരുന്നതിൽ നിന്ന് നമുക്കിവിടെ ഒരു പാർട്ടീഷൻ എന്ന് പറയുമ്പോൾ പകുതി ട്രാൻസ്പെറൻ്റ് ആവുന്ന രീതിയിലേക്ക്. അപ്പോൾ നിലവിൽ നമുക്ക് ഇടയ്ക്ക് ഗ്ലാസ് ഷെൽഫ് കൊടുത്തുകൊണ്ട് ഈ പറയുന്ന പോലെ അതിനകത്ത് ക്യൂരോസ് വെച്ച് കഴിയുമ്പോൾ നമുക്ക് പകുതി ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. എന്നാൽ ഒരു പാർട്ടീഷൻ്റെ ഫീൽ എല്ലാത്തരം ഫീലും പ്രൈവസിയും പാർട്ടീഷൻ്റേതായ ചെറിയ പ്രൈവസിയും ഇതിനകത്ത് ഉണ്ട് താനും. ഈ നമ്മൾ ആ നിഷസിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് HD ബോർഡ് വിത്ത് ഹൈ ഗ്ലോസി ലാമിനേഷനാണ്, വൈറ്റ് ഫിനിഷാണ്. അതിനോട് തൊട്ട് ചേർന്ന് ടെക്സ്ചർ ഫിനിഷ് ലാമിനേഷൻ. ഈ ടെക്സ്ചർ ഫിനിഷ് ലാമിനേഷനും വൈറ്റും ഓൾ ഓവർ ഈ വീടിൻ്റെ എല്ലാ തലങ്ങളിലും തന്നെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മളതിനെ ഫോളോ ത്രൂ എല്ലായിടത്തും തന്നെ അവിടെ ഇവിടെയൊക്കെയായിട്ട് നമ്മളിതിനെ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് തന്നെയാണ്. ഈ ഡൈനിങ് ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന ആർട്ടിസ്റ്റിക് വോൾ തന്നെയാണ്. നമ്മൾ മിക്ക വീടുകളും കാണുക എന്ന് പറയുന്നത് ഇപ്പോൾ വോൾ എന്ന് പറയുമ്പോൾ അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു വാൾപേപ്പറൊക്കെയാണ് ഇപ്പോൾ ഒരു ട്രെൻഡായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ളൊരു വർക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ലെഡ്ജസ്, സ്റ്റോറേജ് യൂണിറ്റ്, പാനലിങ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു വോളിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. ക്ലയൻറ്റിൻ്റെ മെയിൻ റിക്വയർമെൻറ്റിൽ ഒന്നായിരുന്നു ഈ ഒരു വാള് ഹൈലൈറ്റ് ചെയ്യാന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു കൺസെപ്റ്റിൽ ഒരു പുതിയൊരു ഗസ്റ്റ് വരികയാണെങ്കിലും ആരും ബെഡ്റൂമിലേക്ക് അധികം വരുന്നില്ല. ഡ്രോയിങ് റൂം ഈ പറയുന്ന പോലെ ഈ ഡൈനിങ് ഹാള് എന്നുള്ളതിനെ വിസിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് ശരിക്കും നോർമലി പറയുന്ന പോലെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു വാൾപേപ്പർ പ്ലേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു നിഷ് വെച്ചുകൊണ്ടൊക്കെയാണ് നോർമലി ഒരു വാള് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാറ്. പൊതുവെ എല്ലാവരും തന്നെ ഹൈലൈറ്റ് ചെയ്യാറ്. ഇവിടെ അങ്ങനെ ഒരു റെക്കമെൻഡ് പറഞ്ഞ ശേഷം നമ്മൾ പ്രത്യേകം ഒന്ന് വരയ്ക്കുകയും അതിനനുസരിച്ചിട്ട് ഒരു ഹിഡൻ ലൈറ്റ്സുകൾ കൊടുത്തുകൊണ്ട് ഒരു വാൾ പാനലിങ് ചെയ്യുകയും പിന്നെ ഒരു വാൾപേപ്പറിന് പകരം കുറച്ചും കൂടി ഇവിടെ എല്ലാം മെർജ് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു കളർ പാറ്റേണിൽ നമ്മളിതിനെ ഒരു ആർട്ടിസ്റ്റിക് രീതിയിലേക്ക് നമ്മളിതിനെ ട്രീറ്റ് ചെയ്യും. പിന്നെ അടിയിലേക്ക് ചെറിയൊരു കോർട്ട്യാർഡിൻ്റെ ഒരു ഫീൽ കിട്ടുന്ന രീതിയിലേക്ക് ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ട് കുറച്ച് പെബിൾസുകളൊക്കെ കൊടുത്ത് ആ രീതിയിലേക്ക് നമ്മളിതിനെ ശരിക്കും രൂപകൽപ്പന ചെയ്യാനുണ്ടായത്. രേവതി വർക്ക് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും. നമ്മളിതൊരു കോർണറിൽ വന്നിട്ട് ശരിക്കും സ്പ്രേ പെയിൻറ്റ്, അതാണ് ശരിക്കും ഇതിൻ്റെ മോഡൽ. സ്പ്രേ പെയിൻറ്റ് വെച്ചിട്ട് ഒരു കോർണറിൽ ഇല്ലി ആണ് നമ്മൾ വരച്ചിരിക്കുന്നത്. നമ്മളിവിടെ ആ ഒരു ചെറിയൊരു സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റോറേജിൻ്റെ യൂസ് ചെയ്യുന്നൊക്കെ പറയുന്നത് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് വെക്കാവുന്ന ക്യൂരിയോസൊക്കെ നമുക്ക് അവിടെ പ്ലേസ് ചെയ്യാവുന്നതൊക്കെയാണ്. നമുക്ക് ഇപ്പോൾ അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിൽ കൂടുതലുള്ള ക്യൂരിയോസോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്ത് തന്നെ ആയിക്കോട്ടെ, ഈവൻ ഒരു സ്ഥിരമായി ഉപയോഗിക്കുന്ന അങ്ങനെ എന്ത് തന്നെയാണെങ്കിൽ പോലും നമുക്ക് അവിടെ ഹൈഡ് ചെയ്ത് വെക്കാവുന്നതാണ്. ശരിക്കും ഇപ്പോൾ ഈ വീടിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ ലൈറ്റിംഗ് തന്നെയാണ്. അതെ തീർച്ചയായിട്ടും. നമ്മളിതിൻ്റെ ഫാൾ സീലിങ്ങിലാണെങ്കിലും ഈവൻ വാൾ പാനലിങ്ങിലാണെങ്കിലും എവിടെയാണെങ്കിലും ഈവൻ ഒരു സ്പോട്ട് ലൈറ്റ് ആണെങ്കിൽ കൂടി കൂടുതൽ നമ്മൾ വാം ലൈറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ആവശ്യത്തിന് ഉള്ള വെട്ടം കിട്ടുന്നതിന് വേണ്ടിയുള്ള ട്യൂബ് ലൈറ്റ്സോ അല്ലെങ്കിൽ സീലിംഗ് ഡൗൺ ലൈറ്റ്സോ ഇത് മാത്രമാണ് നമ്മൾ
വൈറ്റ് ലൈറ്റ് ഷെയ്ഡ് ഉപയോഗിച്ചിട്ടുള്ളൂ. നമ്മൾ ബാക്കിയെല്ലാം തന്നെ വാം ലൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈവൻ ഈ കോവ് ലൈറ്റ് ആണെങ്കിൽ പോലും LED സ്ട്രിപ്സ് എല്ലാം തന്നെ വാമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് സ്റ്റെയറിന് താഴെ നമ്മളൊരു ഡംപിങ് ഏരിയ അല്ലെങ്കിൽ ഒരു സ്റ്റോറേജ് യൂണിറ്റ് എന്നൊരു കൺസെപ്റ്റൊക്കെ വിട്ട് ഒരു ഡിസൈനിങ് ആസ്പെക്ട്സ് കൊണ്ടുവരിക എന്നുള്ളത്. സ്റ്റെയറിൻ്റെ അഡീഷൻ പൊതുവേ നമ്മൾ കണ്ടുവരുന്നത് എല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഡംപിങ് സ്പേസ് ആയിട്ട് നമ്മളവിടെ ഷട്ടേഴ്സ് കൊടുക്കും. നമുക്ക് ഈ പറയുന്ന പോലെ വേസ്റ്റേജ് വരുന്നതുമായിട്ടോ ഇൻവെർട്ടർ പ്ലേസ് ചെയ്യാനായിട്ടോ ഒക്കെ ആയിട്ട് പൊതുവേ അങ്ങനെയാണ് ഈ സ്റ്റെയറിൻ്റെ അടി പൊതുവേ ആളുകൾ ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് വെച്ചാൽ അവിടെ അതിനോട് സ്റ്റെയറിൻ്റെ അടി വശം നമ്മളൊരു മെയിൻ വാഷ് കൗണ്ടർ അതിൻ്റെ അടിയിലാണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് മനോഹരമായിട്ട് തന്നെ ഭംഗി നഷ്ടപ്പെടുത്താതെ തന്നെ ഇൻവെർട്ടർ പോയിൻ്റ് ഒരു ലോക്കർ സിസ്റ്റം എന്ന രീതിയിലേക്ക് നമ്മൾ ഇൻവെർട്ടർ പോയിൻ്റ് അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനോട് ചേർന്ന് വരുന്ന പോർഷൻ ഈ കോർട്ട്യാർഡ് പോലെയുള്ള ഈ പോർഷനിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഗ്രാസും പെബിൾസും വെച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്തത്. ഇൻക്ലൂഡിങ് അതിനകത്ത് ഇൻഡോർ പോട്ട് വിത്ത് നാച്ചുറൽ പ്ലാന്റ് ആണ്, ഒരിക്കലും ആർട്ടിഫിഷ്യൽ പ്ലാന്റ് അല്ല, നാച്ചുറൽ പ്ലാന്റ് ആണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഐഡിയാസ് നമ്മൾക്ക് ചിന്തയിൽ തോന്നിയുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് കുറച്ചും കൂടി ഒരു സ്പീഷ്യസ് ആയിട്ട്, അല്ലായിരുന്നെങ്കിൽ മൊത്തം ഈവൻ ഒരു ത്രൂ ഔട്ട് ഷട്ടർ നമ്മൾ പ്ലേസ് ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ നമുക്കിപ്പോൾ കിട്ടുന്ന ഈ ഒരു ഫീൽ ഒരിക്കലും കിട്ടില്ലായിരുന്നു. അപ്പോൾ ശരിക്കും ഒരു വീട് നിർമ്മിക്കുമ്പോൾ ഒരു ഡിസൈനറിനെ സമീപിക്കേണ്ടത് ഏത് ഘട്ടത്തിലാണ്? അപ്പോൾ എത്രയും നേരത്തെ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ എത്രയും നേരത്തെ സമീപിക്കാവോ. ഈവൻ ഒരു സിവിൽ എഞ്ചിനീയറിൻ്റെ പ്ലാനിൽ ആണ് നമ്മൾ സ്ട്രക്ചർ മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ പ്ലാനിൻ്റെ അപ്രൂവൽ മുമ്പ് തന്നെ സമീപിക്കാവോ അത്രയും ബെറ്റർ ആയിരിക്കും എന്നുള്ളതാണ്. പിന്നെ അതിന് സാധിക്കാത്ത ആളുകൾക്ക് കഴിയുന്നതും പ്ലാസ്റ്റിക്കിന് മുമ്പ്, അതായത് പ്ലാസ്റ്റിക്കിന് മുമ്പാണ് ഇലക്ട്രിക്കൽ വർക്കുകൾ ചെയ്യുന്നത്. ശരിക്കും ഇൻറ്റീരിയർ നിലവാരത്തിൽ തീരണമെങ്കിൽ ഇവിടെ നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇവിടെ എല്ലായിടത്തും നമുക്ക് ലൈറ്റിങ്സ് കാണുന്നുണ്ട്. ഫാൾ സീലിങ്ങിൻ്റെ ലൈറ്റിങ്സ്, ഹിഡൻ ലൈറ്റിങ്സ് ഉണ്ട്, വാൾ പാനിങ്ങിലുള്ള ഹിഡൻ ലൈറ്റിങ്സ് വരുന്നുണ്ട്, സ്പോട്ട് ലൈറ്റുകൾ വരുന്നുണ്ട്. ഈ ലൈറ്റിങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിന് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ അതിന് വേണ്ട സ്വിച്ചസ് വേണം, പ്ലേസ്മെൻറ്റ് വേണം, നമുക്ക് വേണ്ടിടത്ത് പോയിൻ്റ് വേണം. ഇതെല്ലാം ശരിക്കും ഈ ഇലക്ട്രിക്കൽ ഡ്രോയിങ് വരച്ച് ഫൈനലൈസ് ചെയ്യേണ്ടത് ഒരു ഇൻറ്റീരിയർ ഡിസൈനറാണ്. ഇപ്പോൾ ഞങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നേരത്തെ നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ള സാഹചര്യം, ഈവൻ നമ്മൾ ഇലക്ട്രിക്കൽ ഡ്രോയിങ് വരയ്ക്കുന്നതിന് മുമ്പ് ഫുൾ 3D എലിവേഷനോ അല്ലെങ്കിൽ നമ്മൾ ഒരു ഡിസൈൻ ചെയ്യാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ നോർമൽ പറയുന്നവരാണ് 4 to 6 സ്വിച്ചസ് അഡീഷണൽ. നമുക്ക് അവിടെ വരുന്ന ട്യൂബ് ലൈറ്റ്സ് ഒരു സ്വിച്ച്, അതേപോലെ ബാത്റൂമിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഒരു സ്വിച്ച്, അങ്ങനെ നമുക്ക് പ്രൈമറി സ്വിച്ചസ് കൂടാതെ നമുക്ക് അഡീഷണൽ ആയിട്ട് 4 to 6 സ്വിച്ചസ് അവിടെ ആ മെയിൻ സ്വിച്ച് ബോർഡിൽ, അത് ഡോറ് തുറന്ന് ഫസ്റ്റ് ആക്സസ് ചെയ്യുന്ന മെയിൻ സ്വിച്ച് ബോർഡിൽ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ് നമ്മളുടെ ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ മെൻഷൻ ചെയ്താൽ മാത്രമേ നമ്മൾ നാളെ ഈ പറയുന്ന പോലെ സീലിങ്ങും എല്ലാ വർക്കുകളും ഡിസൈൻ ചെയ്ത് അത് അവസാന സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ഈ പറയുന്ന ഹിഡൻ ലൈറ്റ്സും സ്പോട്ട് ലൈറ്റുകളൊക്കെ നമുക്ക് ഈ 4 to 6 സ്വിച്ചസിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും ഒരു ക്ലയൻറ്റ്, ഒരു ഡിസൈനർ ഇൻറ്റീരിയർ കുറച്ചുകൂടി നന്നായി ചെയ്യണമെന്ന് ആഗ്രഹിച്ചൊരു ക്ലയൻറ്റ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിസൈനർ സമീപിക്കേണ്ട മിനിമം സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കിന് മുമ്പ് ഇലക്ട്രിക്കൽ ആ ഒരു സ്റ്റേജിലാണ്. അപ്പോൾ ഞാൻ നോക്കുമായിരുന്നു, നമ്മൾ ബെഡ്റൂംസിൽ പൊതുവേ വോൾ മാത്രമായിരിക്കും ഹൈലൈറ്റ് ചെയ്ത് കാണാറുള്ളത്. എന്നാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കൊടുത്തിരിക്കുന്ന ഒരു വർക്ക് തന്നെ സീലിംഗിലേക്കും എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും അതൊരു റൂമിൻ്റെ ആ ഒരു വലിപ്പം തോന്നിക്കുന്നതിന് വേണ്ടിയിട്ടാണോ ചെയ്തിരിക്കുന്നത്? നമ്മൾ നോർമലി ബെഡ്റൂമിൻ്റെ ഒരു ഹെഡ് ബോർഡ് വാൾ വരുന്ന ഈ വാൾപേപ്പർ വർക്കിന് നമ്മൾ സീലിംഗിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുമെന്ന് വെച്ചാൽ വലിപ്പം എന്നുള്ളൊരു കാര്യം മാത്രമല്ല, അതിലുപരി നമ്മൾ നോർമലി കാണുന്ന ഒരു ഫാൾ സീലിംഗ് ഡിസൈനിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ട് നമ്മൾ ഫോളോ ത്രൂ വാളിൽ നിന്ന് സീലിംഗ് വരെ ഫോളോ ത്രൂ വാൾപേപ്പർ അപ്ലൈ ചെയ്യും. അതിൽ വരുന്ന ഹിഡൻ ലൈറ്റ്സ് കൊണ്ട് നമുക്കൊരു ഡിഫറെൻറ്റ് ഫീല് നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ഒരു സ്ക്വയർ പാറ്റേൺ എന്നാൽ സീലിംഗ് പൊതുവെ എല്ലാവരും കണ്ടുവരുന്ന സീലിംഗാണ്. അതിൽ നിന്ന് കുറച്ചുകൂടി ഡിഫറെൻറ്റ് ഫീലാണ് നമ്മളിവിടെ ഈ ഒരു റൗണ്ട് ഷേപ്പിലുകൊണ്ട് ചെയ്തിരിക്കുന്നത്. നമ്മളിതിൻ്റെ ആ ഒരു കോട്ടിൻ്റെ സെയിം പാറ്റേൺ, സെയിം ടെക്സ്ചർ ഫിനിഷ് മൈക്ക ലാമിനേഷനാണ് നമ്മൾ ഈ ഒരു വാൾ പാനലിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അത് ഈ പറയുന്ന പോലെ സൈഡ് ടേബിളിൽ നിന്ന് ത്രൂ ഔട്ട് ഫാൾ സീലിംഗ് വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊരു ഹാങ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. അതൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പാറ്റേൺ ആണ് നമ്മൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് നമ്മൾ 2 നിച്ചസ് പ്രൊവൈഡ് ചെയ്യുന്നു, അതിനകത്ത് സ്പോട്ട് ലൈറ്റ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ നമ്മൾ സ്റ്റെയറിൽ കണ്ട ആ ഒരു ഓളാട്ടിൻ്റെ പോലെ തന്നെയുള്ളതാണല്ലോ ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതും കസ്റ്റമൈസ് ചെയ്തെടുത്തതാണോ? തീർച്ചയായിട്ടും നമ്മളിതിൻ്റെ കളർ പാറ്റേൺ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമുക്ക് നമ്മുടെ യൂണിറ്റിൽ നിന്ന് ഇതെല്ലാം മൾട്ടിവുഡിൽ മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞ ഫ്രെയിമാണിത്. ആക്ച്വലി ഈ പറയുന്ന ഇവിടെ വരുന്ന ബെഡ്ഷീറ്റ്, വാൾപേപ്പേഴ്സ് ആൻഡ് പെയിൻറ്റിങ്സ്,
ആൻഡ് കോട്ടിൻ്റെ മാനുഫാക്ചറിങ്, ആ കളർ ഷെയ്ഡ്സ്, ഇതെല്ലാം തന്നെ നമ്മളിതിനകത്ത് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പിക്ചറിൽ പോലും ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മളത് മൾട്ടിവുഡിൽ ആദ്യം നമ്മൾ മാനുഫാക്ചർ എടുക്കുകയും ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുകയും ഫ്രെയിം ഉണ്ടാക്കിയെടുക്കുകയും അതിനുശേഷം നമ്മുടെ ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് നമ്മൾ കൊടുത്ത ഇമേജിനെ നമ്മളതിനകത്തേക്ക് വരച്ച് ഇവിടുത്തെ ഒരു സ്പ്ലിറ്റ് ചെയ്ത് ഒരു ഫോട്ടോസാക്കി നമ്മളിവിടെ ഹാങ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് നമുക്കതിന് ഇത്രയും ഒരു മാച്ച് ഫീൽ ചെയ്യുന്നു. റൂമിന് ചേരുന്ന രീതിയിലേക്ക് നമുക്ക് കുറച്ചും കൂടി അധികം ഫീൽ ചെയ്യുന്നു. ഒരിക്കലും ഒരു സ്റ്റാൻഡേർഡ് സാധനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഈ ഒരു ഫീൽ നമുക്കിവിടെ കിട്ടുന്നില്ല. കസ്റ്റമൈസ് ചെയ്യുന്നതിൻ്റെ ഒരു പെർഫെക്ഷൻ എന്തായാലും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഈ വാർഡ്രോബിനാണെങ്കിലും ഈ ഒരു കളർ പാറ്റേണിൻ്റെ കണ്ടിന്യൂഷൻ ആണല്ലേ കൊടുത്തിരിക്കുന്നത്? അതെ, ഇത് നമ്മളൊരു ബ്രൗൺ ആൻഡ് വൈറ്റ് ഫിനിഷിലാണ് നമ്മൾ ഇതിൻ്റെ ഷർട്ടേഴ്സ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇത് ആക്രിലിക് ഫിനിഷാണ് ശരിക്കും ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ആക്രിലിക് ഫിനിഷിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വെച്ചാൽ നമുക്ക് സർഫസ് ക്ലീൻ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. കുറച്ചും കൂടി സ്മൂത്ത് ഫിനിഷാണ്. നമുക്കിന്ന് കിട്ടുന്ന ഒരു ഗ്ലോസി ഫിനിഷിൽ ഗ്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റേജിലേക്ക് നിൽക്കുന്ന ഫിനിഷാണ് ആക്രിലിക് ഫിനിഷ്. ഇവിടുത്തെ ഓരോ ബെഡ്റൂംസും ഓരോ ഡിഫറെൻറ്റ് തീംസ് വെച്ചിട്ടാണല്ലേ ചെയ്തിരിക്കുന്നത്? അതെ, നമ്മുടെ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റിൽ ഒന്ന് തന്നെയായിരുന്നു ഓരോ ബെഡ്റൂമിനും ഓരോ തീം വേണമെന്നുള്ളത്. നമ്മളതുകൊണ്ട് തന്നെ ഓരോ ബെഡ്റൂമിലും ചെയ്തിരിക്കുന്ന ലാമിനേഷൻസും വാൾപേപ്പേഴ്സും ഒക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ്സ് ആണ്. മീൻസ് അതിൻ്റെ ക്യൂരോസ് മുതൽ ബെഡ് ലാംപ്സ് മുതൽ എല്ലാം തന്നെ ഡിഫറെൻ്റ് ആണ്. ഇതാണ് ഈ വീട്ടിലെ കിഡ്സ് റൂം. ഒരു സ്പ്രേ ഗൺ ആർട്ട് വർക്കാണ് നമ്മളിതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സീലിംഗ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഒരു സൂര്യരശ്മിയെ ആ ഒരു ഫീലാണ് നമ്മളിതിനകത്ത് ചെയ്തിരിക്കുന്നത്. പിന്നെ മൊത്തത്തിൽ നമ്മൾ മറ്റ് ബെഡ്റൂമുകളെയും മറ്റ് റൂമുകളെയും വെച്ച് നമ്മൾ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഇത് ടോട്ടലി കളർഫുള്ളാണ്. ഇതിൻ്റെ വാർഡ്രോബ്സ് ആയിക്കോട്ടെ, ഇതിൻ്റെ കോട്ടായിക്കോട്ടെ, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വാൾ വർക്കുകളായിക്കോട്ടെ, സ്റ്റഡി ടേബിൾ ആയിക്കോട്ടെ, എല്ലാം തന്നെ അത് ആ ഒരു കിഡ്സ് റൂം എന്നുള്ള കൺസെപ്റ്റിലേക്ക് ഉള്ള കാഴ്ചപ്പാടിലാണ് അങ്ങനെ ഒരു കളർഫുൾ തീമിലേക്ക് നമ്മൾ ഇതിനെ കൊണ്ടുവന്നത്. ഹായ് ഷിംന ചേച്ചി, ഇപ്പോൾ കിച്ചൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു വൈറ്റ് ആൻഡ് ആഷ് കളർ തീമാണല്ലോ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അത് ചേച്ചി തന്നെ പറഞ്ഞിരുന്ന ഒരു നീഡായിരുന്നോ ഈ ഒരു കളർ തീം വേണമെന്നുള്ളത്? ഗ്രേ എനിക്ക് ഇഷ്ടമുള്ള നിറമാണ്. പിന്നെ ഞാനിവിടെ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ കാണുന്നത് ഈ കൗണ്ടർ ടോപ്പിന് കൊടുത്തിരിക്കുന്ന വൈറ്റ് കളറാണ്. അപ്പോൾ കുക്ക് ചെയ്യുമ്പോഴും മറ്റുമൊക്കെ അത് ഡേർട്ടി ആവാനൊക്കെ ഭയങ്കര ചാൻസ് കൂടുതലാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ്റനൻസും അത് ക്ലീൻ ചെയ്യാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലില്ല, ഈ മെയിൻ കിച്ചണിൽ ഞാൻ ഒത്തിരി വർക്ക് ചെയ്യുന്നില്ല. സെക്കൻഡറി കിച്ചൺ ഉണ്ട്, അതിൻ്റെ അകത്താണ് എല്ലാം ചെയ്യുന്നത്. ഇപ്പം ഇതിൻ്റെ അകത്ത് അഴുക്ക് പിടിക്കാതെ ഭംഗിയായിട്ട് കിടന്നോളും. അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ചൂടാക്കുന്നേ ഉള്ളൂ. പിന്നെ ഈ ഒരു കിച്ചൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്നായിട്ട് തോന്നിയത് കാര്യം എന്ന് പറയുന്നത് ഇവിടെ കാണുന്ന ഈ ഫ്ലോറിംഗ് ആണ്. ഒരു വുഡൻ ടൈൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫ്ലോറിങ്ങും അതുപോലെ സീലിംഗ് ആണെങ്കിലും ഒരു വുഡൻ ഫിനിഷിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കിച്ചൺ എന്ന രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ഡിസൈൻസ് ഒക്കെ കാണൽ കുറവാണ്. അപ്പോൾ ചേച്ചി അങ്ങനെ എന്തെങ്കിലും ഇതിൻ്റെ ഏറ്റവും താല്പര്യം ചേട്ടനായിരുന്നു. ഈ വുഡൻ്റെ ടൈല് വേണമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടമനുസരിച്ചാണ് ഇപ്പോൾ ഇവിടെ ഇത് ചെയ്തേക്കണത്. സ്പെക്ട്ര ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു മോഡൽ തന്നായിരുന്നു 3D. അവരത് ഭംഗിയായിട്ട് ചെയ്തു. അവർ തന്ന ഫോട്ടോയിനേക്കാളും അതിന് ബെറ്ററായിട്ട് ഇത് ഉണ്ടാക്കി, ഭംഗിയായിട്ട്. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു കിച്ചണാണ്. അപ്പോൾ ശരിക്കും ചേച്ചിയുടെ ഒരു റിക്വയർമെൻ്റ് ആയിരുന്നു ഇങ്ങനെ വേണമെന്ന്?
ആ സംഭവം അതെ അതെ, ഒത്തിരി ഓടി നടന്ന് ബുദ്ധിമുട്ടണ്ട, എല്ലാം കഴിയാം, അടുത്ത് തന്നെ എല്ലാം ഉണ്ട്. അതുകൊണ്ട് വളരെ സാറ്റിസ്ഫൈഡ് ആണ്. കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ കഴിയുക ആ വീട്ടിൽ താമസിക്കുന്ന അംഗങ്ങൾക്ക് തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് ഈ വീട്ടിലെ കുടുംബാംഗങ്ങളെ പരിചയപ്പെടാം. ഇതാണ് വീടിൻ്റെ ഓണർ ഷിജു, ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഷിംന, ഇവരുടെ മൂത്ത മകളാണ് ഡെൽന, ഇളയ മകൻ ആൽബിൻ. ഇത് ഷിജുചേട്ടൻ്റെ അപ്പച്ചനും അമ്മച്ചിയാണ് അടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ ഇരിക്കുന്നൊരു ഏരിയ തന്നെ നോക്കുകയാണെങ്കിൽ ഒരു കണ്ടംപററി സ്റ്റൈലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ പക്ഷേ എലിവേഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രഡീഷണൽ കൺസെപ്റ്റിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശരിക്കും നമ്മളിങ്ങനെ അധികം കാണാത്ത ഒരു കൺസെപ്റ്റ് തന്നെയാണ് എലിവേഷനിൽ ഒരു സ്റ്റൈൽ കൊണ്ടുവന്നിട്ട് ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ചേട്ടൻ്റെ തന്നെ ഒരു നിർബന്ധമായിരുന്നു ഇങ്ങനെ വേണമെന്നുള്ളത്. അതായത് ഒരു കണ്ടംപററി സ്റ്റൈൽ ഇഷ്ടപ്പെട്ടിരുന്ന ആളായിരുന്നു ഞാൻ. പക്ഷേ ഇവിടെ നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു സ്ഥലമാണ് ഈ നേര്യമംഗലം. അപ്പോൾ ഇവിടെ നമുക്ക് മഴ കൂടുതൽ കൊണ്ട് ഒരു ട്രഡീഷണൽ സ്റ്റൈലിലേക്ക് നമ്മൾ എലിവേഷൻ കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പിന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ സ്പെക്ട്രത്തിനടുത്ത് സംസാരിച്ചപ്പോൾ ഉള്ളിൽ ഒരു കണ്ടംപററി സ്റ്റൈലിൽ വളരെ ഭംഗിയായിട്ട് അത് ഒരു പ്രീമിയം ലെവലിൽ ഇത് ചെയ്തു തരണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്. അപ്പോൾ ഓരോരുത്തർക്കും ഉണ്ടാവും നമ്മുടെ വീട് എങ്ങനെ ഉണ്ടാകണം, എങ്ങനെ ആയിരിക്കണം ഓരോ ഏരിയ എന്നൊക്കെ. അപ്പോൾ ചേട്ടൻ്റെ ഒരു സങ്കല്പത്തിനനുസരിച്ച് തന്നെ വീട് പൂർത്തീകരിച്ച് വന്നപ്പോൾ കിട്ടിയായിരുന്നു? തീർച്ചയായും. കാരണം ഞാൻ ഉദ്ദേശിച്ച അതേ രീതിയിനേക്കാൾ കുറച്ചുകൂടി ഒരു പടി മികച്ച് തന്നെ സ്പെക്ട്രം നമുക്ക് ചെയ്തു തന്നു. ഇതിൻ്റെ നിർമ്മാണത്തിൽ തന്നെ പല ഇപ്പോൾ ബെഡ്റൂമിനെ കുറിച്ചും ഒരു വാളിനെ കുറിച്ചും ഞാനും നമ്മുടെ സ്പെക്ട്രത്തിൻ്റെ സീനിയർ നമ്മുടെ ലിൻസനായിട്ട് നമ്മൾ സംസാരിക്കുകയും അതിൻ്റെ ഓരോ ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യുകയും ഇത് നിർമ്മാണത്തിൻ്റെ ഭാഗങ്ങളിൽ പൂർണ്ണമായ സ്വാതന്ത്ര്യം അതിനകത്ത് ലിൻസിന് നമ്മൾ കൊടുക്കുകയും നമ്മൾ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ആ ഒരു സ്വാതന്ത്ര്യത്തിലൂടെ അവർക്ക് ഞാൻ ഉദ്ദേശിച്ചേക്കാൾ വളരെ നന്നായിട്ട് അത് നമുക്ക് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു. അപ്പോൾ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു വീട് വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി വീട് വയ്ക്കുന്നവർക്കായിട്ട് എന്തെങ്കിലും ഒരു ടിപ്സ് പോലെ പറയാമോ? ഒന്ന്, നമ്മൾ വീട് പണിയുന്നതിന് മുമ്പ് തന്നെ അതിനെക്കുറിച്ചൊരു വ്യക്തത നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അതായത് സ്ക്വയർ ഫീറ്റ് പോലും അമിതമായിട്ട് കൂടാതെ ഒരു മിനിമം നമ്മൾ മെയിൻ്റനൻസ് ചെയ്യാൻ പാകത്തിനുള്ളൊരു സ്ക്വയർ ഫീറ്റിൽ നിന്നുകൊണ്ട് ഓരോ ഭാഗങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണയും നമ്മൾക്ക് ഉണ്ടായിരിക്കണം. റോഡിൽ നിന്നുള്ള അകലം, വീടിൻ്റെ എലിവേഷൻ്റെ രീതി, അതിൻ്റെ പൂർണ്ണമായ ഗാർഡൻ ഡിസൈനിങ്, പിന്നെ അതിൻ്റെ ഇൻറ്റീരിയലിനെ കുറിച്ചും നമ്മൾക്ക് വ്യക്ത ഒരു ധാരണയോട് കൂടി അത് ധാരണ പിന്നീടുള്ളൊരു അഭിപ്രായം മാറ്റി പറയാത്ത രീതിയിൽ മുന്നോട്ട് പോയാൽ ആണ് ഇത്. അതായത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ നന്നായി പ്ലാൻ ചെയ്ത് ചെയ്യണം, പിന്നീട് ഫൈനൽ സ്റ്റേജിലെത്തുമ്പോൾ ഒരു ചേഞ്ചസ് വരുത്താതെ. ചേഞ്ചസ് വരുത്താൻ നമ്മൾ പോയി കഴിഞ്ഞാലാണ് ഇത് നമുക്കൊരു ആദ്യം ഒരു കണക്കൂട്ടലുണ്ടായിരിക്കണം. ആദ്യം പറഞ്ഞല്ലോ, ഇത് നമുക്ക് പൂർണ്ണ രീതിയിൽ എത്തിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. അപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ വീട് വയ്ക്കുമ്പോൾ അതിൻ്റെ ആ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ നന്നായി പ്ലാൻ ചെയ്ത് വേണം ചെയ്യാൻ. കാരണം ഫൈനൽ സ്റ്റേജിലെത്തി അതൊരു ചേഞ്ചസ് വരുത്തുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതിൻ്റെ എലിവേഷൻ്റെ നിർമ്മാണത്തിൽ തന്നെ ഞാൻ നമ്മുടെ ചെയ്ത ആൾ സൈനു മാത്യു പുള്ളിയോട് പറഞ്ഞിരുന്നു, നല്ലൊരു എലിവേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. പൂർണ്ണമായും അത് ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച പോലെ തന്നെ എനിക്കത് കിട്ടുകയും പിന്നെ അതിൻ്റെ ഇൻറ്റീരിയലിനെ കുറിച്ച് നമ്മുടെ സ്പെക്ട്രത്തിൻ്റെ ഉടമ ലിൻസനുമായിട്ട് നമ്മൾ സംസാരിച്ചു. അതും നമ്മൾക്ക് അടിസ്ഥാനപരമായിട്ട് എല്ലാം നമ്മൾ ആദ്യം കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അത് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇത് എല്ലാം ഭംഗിയായിട്ട് തീർന്നത്. അപ്പോൾ ഇത്രയും നേരം ഞങ്ങളുടെ സമയം ചെലവഴിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട്. നന്ദി.
മൈ ഹോമിൻ്റെ ഈ ഒരു അധ്യായം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പുത്തൻ കാഴ്ചകളും പുത്തൻ അറിവുകളുമായി മൈ ഹോം വീണ്ടും അടുത്ത ആഴ്ച.